വിദേശത്ത് എന്തുകൊണ്ടായിരിക്കും ഫയർ വർക്ക്സ് ഇത്രയ്ക്ക് അധികം സേഫായിട്ട് നടക്കുന്നത്? പ്രധാനമായിട്ടും ഇത് കൈകാര്യം ചെയ്യുന്ന ഈ ഫയർ വർക്ക്സ് അല്ലെങ്കിൽ വെടിക്കെട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകൾ പക്ക പ്രൊഫഷണലായിരിക്കും. അവിടുത്തെ നിയമങ്ങൾ വളരെ കർശനമാണ്. ആ നിയമങ്ങളെക്കുറിച്ച് ഇവർക്ക് നല്ല ധാരണയുണ്ട്, അത് പാലിക്കുകയും ചെയ്യും. എന്തെങ്കിലും കാരണവശാൽ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ആ ജീവിതത്തിൽ ആ പ്രൊഫഷൻ തുടർന്ന് പോകാൻ കഴിയുകയില്ല. അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളായിരിക്കും. വർക്ക് ചെയ്യുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മറ്റുള്ള ഏത് ജോലിക്ക് പോയാലും കുറച്ച് കൂടുതൽ കാശ് ഇത് കിട്ടുമെന്നുള്ള ഇതിൻ്റെ മുകളിലാണ് അവരും ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഫഷണലിസം വളരെ കുറവായിരിക്കും. അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ധാരണ കുറവായിരിക്കും. ചിലപ്പോൾ അവർ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് കറക്റ്റ് അവർക്ക് ധാരണ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവർ ഫയർ വർക്ക്സ് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ, ആ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ ഒരു സ്ഥലത്ത് കൂട്ടമായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കില്ല. അവർ ചെറിയ ചെറിയ സ്റ്റോക്കുകളായിട്ട് പല സ്ഥലങ്ങളിലായിട്ടാണ് അവർ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. പിന്നെ ടെമ്പറേച്ചർ, അവർ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ അവർ മെയിൻറ്റെയിൻ ചെയ്യും, ഒരു പൊട്ടിത്തെറിയും മറ്റുള്ള ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ സംഭവിക്കുന്നത് അതല്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് സാധനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് തന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളതാണ് ഏറ്റവും വലിയൊരു അപകടം. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കാറുള്ളതും. മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, അവിടെ ഈ പറയുന്ന പോലെ മാനുവലായിട്ടുള്ള ലൈറ്റ്നിങ് അല്ല. അതായത് വെടിക്കെട്ടിനെ തിരി കൊളുത്തുന്നത് അവിടെ റിമോട്ടാണ്. വിദേശ രാജ്യങ്ങളിൽ പ്രധാനമായിട്ടും സേഫായിട്ട് നടക്കാനുള്ള കാരണം ഒന്ന്, അവിടുത്തെ ഈ പറഞ്ഞ പോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളുകളാണ്. ഒപ്പം തന്നെ അവർ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, റൂൾസ് എല്ലാം അവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ അപകടങ്ങൾ നടക്കാത്തത് അവിടുത്തെ ടെക്നോളജീനായിട്ട് ഉപരി അവിടെ വളരെ ഡിസിപ്ലിനായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഫയർ വർക്ക്സും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം നിയമങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഗവൺമെൻറ് ചെക്ക് ചെയ്യട്ടെ. ഇനി ഇത്തരങ്ങൾ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.